നാമനിർദ്ദേശ സമർപ്പണത്തിന് മുന്നോടിയായി റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നു. അവിടെ അനഘ ഹർഷനുണ്ട്. അനഘ, പറയൂ. കൃഷ്ണരാജ്, നോർത്ത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നവ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെ കണ്ടാലറിയാം, എല്ലാം സ്ത്രീകളാണ്. എല്ലാവരും ഇവിടെ ഡാൻസ് കളിച്ച് വലിയ ആവേശത്തിലാണ് ഉള്ളത് എന്നാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ, ഞങ്ങളൊക്കെ സ്ട്രോങ് ആണ്. നവ്യ എങ്ങനെയുണ്ട്? നവ്യ അടിപൊളിയാ, അടിപൊളിക്ക് സൂപ്പറാ. ആണോ? ഇത്തവണ നവ്യ തന്നെ ഇങ്ങനെ തൂക്കും. നവ്യ തന്നെ ജയിക്കും. നവ്യ തന്നെ ജയിക്കും. നവ്യ തന്നെ ജയിക്കും. നവ്യ അടിപൊളിയായി ജയിച്ചിരിക്കും. ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി നവ്യ ഇവിടെ ജയിച്ചിരിക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ട് കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാവും. നമ്മുടെ നോർത്ത് മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കും. അത് തന്നെയാണ് കൃഷ്ണരാജ്. ഇവിടെ നോർത്ത് മണ്ഡലത്തിൽ ഒരു വനിതാ MLA ഉണ്ടാകും എന്നതിന്റെ ആവേശമാണ് മുഴുവൻ. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഈ വാഹന ജാഥയായിട്ടായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നവ്യ എത്തുക. അതിനു മുമ്പ് നടക്കുന്ന ആഘോഷ പരിപാടികളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. കോഴിക്കോട് നോർത്ത് മണ്ഡലം അത് ഇത്തവണ BJP ഇങ്ങെടുക്കും എന്നുള്ള ആവേശമാണ് പ്രവർത്തകർക്ക് മുഴുവനുള്ളത്. അതിന്റെ ആവേശമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ്. അതും സ്ത്രീകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. നല്ല പൊരി വെയിലാണ്. ഈ വെയിലെല്ലാം അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രചരണത്തിന്, നവ്യയുടെ പ്രചരണത്തിന് ഇവിടെ എത്തിയിരിക്കുന്നത് വനിതകളാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ വലിയ വോട്ട് നേടാൻ ഈ മണ്ഡലത്തിൽ, നോർത്ത് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നാണ്. 30,000-ന് മുകളിൽ വോട്ട് നേടിയിട്ടുണ്ട്. അത് ഇരട്ടിയാക്കാൻ കഴിഞ്ഞാൽ ഇത്തവണ ഈ നോർത്ത് മണ്ഡലം അത് BJPക്കൊപ്പം ഇങ്ങ് പോരും എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ് ചെയ്യാൻ ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ നോർത്ത് മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായൊരു ബാത്റൂം സൗകര്യം പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്ത് അത് കൃത്യമായി പരിഹരിക്കണമെങ്കിൽ ഒരു വനിതാ MLA അത് ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ നവ്യ ഹരിദാസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. വലിയ തെരഞ്ഞെടുപ്പ് ആവേശവും പ്രചരണവും ഒക്കെ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകരൊക്കെ. എന്താണ് ഈ അവസാന നിമിഷം പറയാനുള്ളത്? അടിത്തട്ടിലുള്ള പ്രവർത്തകർ, ഓരോ പ്രവർത്തകരും അത്രത്തോട് ആവേശത്തോടെയാണ് ഈ ഇലക്ഷനെ ഏറ്റെടുത്തിരിക്കുന്നത്. സംശയമില്ല, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശം ഭാരതീയ ജനതാ പാർട്ടി നോർത്ത് മണ്ഡലത്തിൽ വിജയിക്കുന്നത് വരെ ഉണ്ടാകും എന്നുള്ളതിന് തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനാവരണം. ഇത്തവണ ഈ ഒരു വനിതാ MLA വേണം, അത് നവ്യ തന്നെ ആയിരിക്കണം എന്നിവർ പറയുക. അത് ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഓരോ ചുവട് നീക്കവും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അണികൾ മാത്രമല്ല, പൊതുജനങ്ങളടക്കം നോർത്ത് മണ്ഡലത്തിന് ഒരു വനിതാ MLA വേണം എന്നത് ശക്തമായിട്ട് വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറെ പേരും സ്ത്രീകളാണ്. നട്ടുച്ചയ്ക്ക് ഈ എരിവെയിലത്തും വളരെ ആവേശത്തോടു കൂടി അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക പാറിപ്പറത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നോർത്ത് മണ്ഡലത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു MLA BJPക്ക് ഉണ്ടാവാൻ പോവുകയാണ്. മെയിൽ റിസൾട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനേക്കാൾ നവ്യ ഹരിദാസ് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വലിയ പ്രതീക്ഷയിലാണ്. പ്രവർത്തകരും അങ്ങനെ തന്നെയാണ്. അനഘ ഹർഷനാണ് തത്സമയം ചേർന്നത്. ഇപ്പോൾ